നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ അടുത്താണ്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറായ ജമാൽ ഭായി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ് കുഞ്ഞ് പണി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്നുമില്ല, നമുക്ക് ഇപ്പോൾ ഞാൻ ഷോപ്പുകളുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോപ്പ് എന്ത് ചെയ്യാണ്, നമ്മളൊരാൾക്ക് ഇട്ടുകൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യാൻ. അതെ, അതായത് ഈ ഇട്ട് കൊടുത്തത് ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്കാണ്. ഗൾഫുകാരൻ അറിഞ്ഞില്ല. അതെ. അപ്പോൾ ഇത് ഗൾഫുകാരൻ അറിയുകയും അങ്ങനെ അത് ചോദിക്കാനായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ സംഭവത്തിലോട്ട് നമ്മളെ ഭാര്യയെ ഇങ്ങോട്ട് എത്തിക്കണം. അതെ. അപ്പോൾ എന്തായാലും ഭാര്യയെ വിളിക്കാൻ പോവാണ്. ഹലോ. ഞാൻ ഇവിടെ സ്ഥലത്തുണ്ട്, ചെറിയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടേ. ഇതോടെയല്ലേ? ഇതൊരു കാര്യം ചോദിച്ചോ, സിദ്ദീഖിൻ്റെ ഓട്ടോ വിളിച്ചിട്ടേ നമ്മളെ ഈ കുമ്മണിപ്പാറ ഒരു സ്ഥലം ഉണ്ടല്ലോ, പള്ളിപ്പാറിൻ്റെ അടുത്തുള്ള ആ ജമാഅത്ത് പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള അവിടെ എത്തിയിട്ട് ഇന്നൊന്ന് വിളിക്കുമോ? അപ്പോൾ വിളിച്ചു കഴിഞ്ഞു. ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് തുടർന്ന് കാണാം. ഭർത്താവ് വിളിച്ചതനുസരിച്ച് ഭാര്യ സംഭവ സ്ഥലത്തെത്തുകയാണ്. ഭർത്താവിന്റെ അവിഹിത കഥയിൽ ഭാര്യയുടെ പ്രതികരണം എന്തായിരിക്കും കാണാം. എറണാകുളത്തെ താമസം. ഞാനിപ്പം കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതെൻ്റെ വൈഫ് ലൈല. ഞാൻ പറയാൻ വന്ന കാര്യം, ഹസ്ബൻഡിൻ്റെ പേര് ജമാൽ എന്നല്ലോ അല്ലേ? ജമാലിന് ചെറിയൊരു പോപ്കോണിൻ്റെ കട, ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ടോ? അതുണ്ടോ? ഓളുമായിട്ട് ചെറിയ റിലേഷൻ ഉണ്ട്. അപ്പം സുഹൃത്തുക്കളെന്നാണ് ഞാൻ ആദ്യം അറിഞ്ഞത്. അപ്പം അവിടെ കേൾക്കും സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്ഥിരം എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക. അപ്പം ഞാനിപ്പോൾ മോളെ ഇതേക്കെ അറിയുന്നില്ല, ഗൾഫിലാണ്, ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എറണാകുളത്തുള്ള ഈ കുട്ടി ഇവിടെ, അതായത് ഇവൻ്റെ ഭാര്യ ഇവിടെ വന്ന് കടയിട്ടിരിക്കുക. അങ്ങനെ കടയിട്ടിരിക്കേണ്ട കഷ്ടമൊന്നുമില്ല, അതിൻ്റെ ആവശ്യതയില്ല, അവനങ്ങനെ വിടുന്നതുമല്ല. ആ കട ഇട്ട് കൊടുത്തത് ഈ ജമാൽ ഭായിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പൊതുവേ കുറേ ഇതായിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അതേ നേരെ ഈ കുട്ടി അതായത് വൈഫ് അറിയാതെ നേരെ എങ്ങും പോന്നു. ഇവിടെ വന്നിട്ട് ഇവരെ കൈയോടെ പൊക്കി. അങ്ങനെ നിങ്ങളൊന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു വരുത്തിയതാണ്. എന്താണെന്ന് തീരുമാനിക്കണം. നീ എന്താണെന്ന് വെച്ചാൽ ഓളൊരു പെൺകുട്ടിയല്ല, അപ്പോൾ ഓളെ അറിയണം. ഉണ്ട് എന്നെ പറയണമെന്ന് പറഞ്ഞു. നീ പറഞ്ഞു കൊടുത്തേ. എന്താ പറഞ്ഞു? ഇല്ല, അത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ബിസിനസ്സായിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ആണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നെ. അവിടെ എന്താ റിലേഷൻ, എന്താണ് ഇങ്ങനെ പരിചയപ്പെട്ടത്? ചോദിക്കുന്നതിന് ഉത്തരം പറ. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയൊക്കെ ഇങ്ങനത്തെ ഈ ഷോപ്പൊക്കെ ഇങ്ങനെ മാളിലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം ഞാനൊരു നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു വൈഫല്ല, അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ആണുങ്ങൾ പറയുന്നതിനനുസരിച്ച് അതിന്റെ ഒരു കാര്യമായിട്ട് എയർപോർട്ടിൽ എന്തെങ്കിലും ജോലി വാഗ്ദാനം ചെയ്യാൻ അങ്ങനെ പരിപാടികളും ഉണ്ടോ? ജോലിയെല്ലാം ചെയ്തിരുന്നോളൂ പുള്ളി? അങ്ങനെ ജോലി ഞാൻ ആദ്യം എന്നോട് പറഞ്ഞത് എയർപോർട്ടിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണം, അങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്, ഒരു കാര്യം കിടപ്പുണ്ട്, അങ്ങനെ ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു ജോബുണ്ട്, ഞാൻ പൊക്കോട്ടെ, ഞാൻ പൊക്കുമെന്ന് പറഞ്ഞു. അതിന് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ ഐസ്ക്രീം പാർലറോട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേറെ ഒന്നും ഇതിനകത്ത് ഒരുപാട് സംസാരിച്ച് മുഷിയാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്കും മോക്കും ഓളെ വേണ്ട. മൊഴിയെല്ലാം പോവാം എനിക്ക് വേണ്ട. നിങ്ങൾ എടുത്തോ. കാരണം നാട്ടിലും വീട്ടിലും വളരെ നാണം കെട്ടു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ എറണാകുളത്ത് ഞാൻ തീക്കാളതാ. ഇത് പറയാ. അപ്പോൾ അങ്ങനെ നാട്ടുകാർ മൊത്തം എൻ്റെ ബന്ധുക്കൾ അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, ഒരുപാട് പേരെ ചോദിച്ചു നോക്കി. അങ്ങനത്തെ ബിസിനസിന്റെ വിഷയങ്ങൾ മാത്രമേ സംസാരിക്കരുത്. ഞാൻ ഇത് പറഞ്ഞിട്ട് നാളെ ഞാൻ എൻ്റെ ബാക്കിയുള്ള ബന്ധുക്കളെ ഇവിടെ വിളിച്ചു വരുത്തും. വരുത്തിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പ്രൂഫ് കാണിച്ചു തരാം. എൻ്റെ കൊച്ചാപ്പയുടെ മോനാണ് ഞാൻ. എല്ലാ പ്രൂഫും കാണിച്ചു തരാം. കാരണം ഇവരുടെ ഫോട്ടോകളുണ്ട്, ഇവർ തങ്ങിയ പിന്നെ ഹോട്ടലിൻ്റെ റൂമുകളുടെ പേ ചെയ്തതിൻ്റെ ബില്ല് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ട. നിങ്ങൾ പറയുന്ന അത്ര ഇതായിട്ട് പറയുന്ന പോലൊന്നും. ഏതായാലും ഓലോട് ഞാൻ സംസാരിക്കട്ടെ. എന്താണ് സംഭവം വ്യക്തമായിട്ട് പറയണം. ഇത് ഇല്ല, എന്താണ് സംഭവം? ഒരു എയർപോർട്ടിൻ്റെ ജോബിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നെ വിളിക്കുന്നത്. അതിനങ്ങൾ ഇങ്ങനെ രാത്രി പോലെ ഒരു ജോബിൻ്റെ വിഷയം പറഞ്ഞ് വിളിച്ചു. പിന്നെ അവർക്കൊരു ബിസിനസ്, ഒരു കച്ചവടം തുടങ്ങി തരാമെന്ന് പറഞ്ഞു. വേറെ മാത്രമുള്ളത് ഇപ്പം എങ്ങനെയെങ്കിലും സിറ്റുവേഷൻ ഒന്ന് ചെന്ന് ഇതാക്ക്, എങ്ങനെയെങ്കിലും പറഞ്ഞാണ്ടേ. ഞാനപ്പാക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഞാൻ എവിടേക്ക് പോകുമ്പോ പറയല്ലേ അങ്ങനത്തെ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല. ഒരു ബിസിനസ് തുടങ്ങാൻ, പിന്നെ ഇല്ലാതെ പോലെ അങ്ങനെ ഒരു ജോലി തുടങ്ങി തരാന്ന് പറഞ്ഞ്
അങ്ങനെ ഇപ്പൊ നിങ്ങൾ കുറെ ആൾക്കാരോട് പറയില്ലേ ഷാജി ഓൽക്കൊരു ആവശ്യൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം എയർപോർട്ട് അത് ജോബിന്റെ പറഞ്ഞ കഴിഞ്ഞൊരു ബിസിനസ് തുടങ്ങി തരാന്ന് ഒരു ബന്ധമില്ലാതെ ഓൽക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ പറയേണ്ട ഈ ആവശ്യമില്ലല്ലോ. സിറ്റുവേഷനിൽ അങ്ങനെ ഓര് പറഞ്ഞു എങ്ങനെയും അങ്ങനെ നോക്കിയിട്ടാണ് എല്ലായിടത്തും ഞാൻ ഇങ്ങനെ ആയത്, നിങ്ങളെ സിറ്റുവേഷൻ നോക്കിയിട്ട്. അങ്ങനത്തെ ആവശ്യമില്ല. അല്ല, അല്ലെങ്കിൽ പിന്നെ ഓൽക്ക് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ എന്തെങ്കിലും ഒരു സത്യം ഇല്ലാതെ ഓല അങ്ങനെ പറയോ, വെറുതെ ഇല്ലാത്തത് പറയും. അതൊരു പക്ഷെ അവർ ഹസ്ബൻഡ് ഇങ്ങനെ കുറച്ച് പറഞ്ഞു ഓവറാക്കുണ്ടാവും. ഓവറാക്കുന്നല്ലോ, ഓൽക്ക് ഓരോ ഭാര്യ അതേപോലെ തന്നെ അല്ല ഇപ്പൊ നിങ്ങള്. ഇയാളെ ബീവിയാണ് ഇങ്ങനെ ചെയ്തതിൽ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഇയാളെ ബീവിയാണ് ഇങ്ങനെ ചെയ്തതിൽ ഇയാൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് സിറ്റുവേഷൻ ഇതാണോ? നിങ്ങളുടെ വൈഫിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ തങ്കപ്പെട്ടൊരു കുട്ടി. ഈ കുട്ടിയെടുത്ത് നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഒരു ബിസിനസ് തുടങ്ങി തരാന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു ചെറിയ ബിസിനസ് തുടങ്ങി ഇതിപ്പോ ഒരു ബിസിനസ് ആയോ? ഈ രാത്രി അപ്പം നേരം വൈകി വരുന്നതും എയർപോർട്ടിൽ ജോലി ആൾക്കാരെ ഇതാക്കി കൊടുക്കണ മറ്റേത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നു പെങ്ങളെ, ഇത് മൊത്തം വിഷയമാണ്. ഇത് അറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് വന്നത്. സത്യം പറഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ മോളവസ്ഥ നിങ്ങൾ നോക്കിയാൽ ഉണ്ടായിരിക്കും. മോനക്കേട് ഉണ്ടായിരിക്കണം. മോള് നിൽക്കുക, ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ മോള് നിൽക്കുക. കുട്ടി ആയതുകൊണ്ട് കൊള്ളാം, വേറെ ആരെങ്കിലും നിങ്ങളുടെ ഉണ്ടല്ലോ. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇതിൽ പെടുന്നു ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു വിശ്വാസക്കുറവില്ലായിരുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കണ്ടു ഓൻ്റെ വൈഫിനെ കണ്ടു. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇനി പറ്റില്ല. അപ്പോൾ കൊച്ചാക്ക് കണ്ടുകൂടെ വെറുതെ പറയാ ഒരു കച്ചവടം ഞാൻ ഇനി നിങ്ങളെ വിശ്വസിക്കില്ല. ഒരു കച്ചവടം തുടങ്ങി തരാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചോദിച്ചു നോക്ക്, പെണ്ണിനോട് ചോദിച്ചു. പെണ്ണിനോട് ചോദിച്ചു നോക്ക്, അവള് പറഞ്ഞില്ലല്ലോ. അവളോട് ചോദിച്ചു നോക്ക്, അവളോട് ചോദിച്ചു നോക്ക്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തരാന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സ്റ്റോൾ ഇടണല്ലേ സാർ, നമ്മളൊരു സ്റ്റോൾ ഇടണല്ലേ അവിടെ ഇവിടെ സ്റ്റോൾ. അതേപോലെ ഒരു സ്റ്റോൾ അവർക്ക് കോട്ടക്കൽ തരാന്ന് പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കൂല. നേരത്തിന് വീട്ടിൽ വരലുണ്ടോ? ഈ സിറ്റുവേഷൻ എന്താന്നുള്ള ഞാൻ പൊതുപ്രവർത്തനം കളവ് പറയല. എപ്പോ വിളിച്ചാലും ഞാൻ അവിടെയാണ് ഇവിടെയാണ് എന്ന് മറ്റേത്. അപ്പൊ ഓരോ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. അല്ലാതെ ഒരു റിലേഷൻ ഇല്ലാതെ പോലെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം തുടങ്ങി തരാന്ന് പറഞ്ഞ കച്ചവടത്തിന്റെ ആവശ്യം എന്താ? നമ്മൾ കച്ചവടം തുടങ്ങണല്ലേ? എന്തിനാ അതിന്റെ ആവശ്യം? അതിനെന്തിനാ ലേഡീസിനെ കൂട്ടേണ്ട ആവശ്യം? ലേഡീസ് പറഞ്ഞപ്പോൾ ഒരു ഷോപ്പ് പോലെ തുടങ്ങി തരാം, ബിസിനസ് പൈസ ഇറക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ നിന്ന് അങ്ങനല്ലല്ലോ. ഇപ്പൊ അങ്ങനെ നിങ്ങൾ കുറെ ആക്കി കൊടുക്കും. ഇവർക്ക് മാത്രം എന്താ കംപ്ലൈന്റ് പറഞ്ഞ ഹസ്ബൻഡ് പ്രശ്നമാക്കുക എല്ലാം എന്താ ഇപ്പൊ ഒരു കാരണമല്ല. പലരും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പലരും പുറത്ത് പറഞ്ഞില്ല, പലരും മാനക്കേട് കൊണ്ട് പുറത്ത് പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കണം, ഇത് മിണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ എന്റെ വീട്ടിലൊക്കെ വെറുപ്പിച്ചിട്ട് കല്യാണം കഴിച്ചത് അന്ന് എല്ലാരും പറഞ്ഞതാ വേണ്ട ഉദ്ദേശിക്കണ പോലെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ലേ? അങ്ങനെ ടെൻഷൻ അടിക്കാൻ എന്നോട് സംസാരിക്കണ്ട. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി ഒരു പൈസ ഉള്ള ഒരു ടീമാണ്. എല്ലാരും അത്രയുള്ളൂ ആ ഒരു വിഷയം. ഞാൻ കാസർഗോഡ് എവിടെ ഉള്ള ഞാൻ ആരും പറഞ്ഞ കേൾക്കാതെ ബന്ധുക്കളൊക്കെ ഇഷ്ടക്കേട് ഉണ്ടാക്കിയിട്ടാ ഞാൻ കല്യാണത്തിന്. ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വിഷയം ഒന്ന് ഈ സമയത്തൊന്ന് പറഞ്ഞേ. കാരണം എന്ത് ബന്ധം നമ്മൾ തമ്മിലുള്ളത്? ഒരു ബിസിനസിന്റെ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ട ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനത് പറഞ്ഞു, ആള് പണ്ടേ ഇങ്ങനെയാണ്. ചോദിച്ചു നോക്കി, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി വെക്കാന്ന് വിഷയം മാത്രമേ. ഒരുപാട് ആളുകൾ ഇതേപോലെ വരുന്നതാ ഈ ബിസിനസ് തുടങ്ങി തരാൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ഇതല്ലാതെ വേറൊരു ബന്ധമില്ല. ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് കല്യാണം കഴിച്ചാന്നറിയോ? എന്തൊക്കെ പ്രശ്നത്തിലൂടെ കടന്നു. ഒരു മോളല്ലേ? എനിക്കൊരു മോളാ. എനിക്കൊന്നും മിണ്ടാനില്ല. ഇവരിപ്പോ ഇവരൊക്കെ പറയണമെങ്കിൽ, ഇവർക്ക് വേണ്ടാന്ന് പറയണമെങ്കിൽ ആ എന്തെങ്കിലും തക്കതായ പ്രൂഫ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം അത് താങ്ങാനുള്ള ശക്തി നമ്മൾ തമ്മിൽ വേറെ എന്താ റിലേഷൻ ഉള്ളത്? ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് സംസാരമില്ലാതെ എന്താ ഉള്ളത്? ബിസിനസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. അങ്ങനെയൊന്നുമില്ല. ബിസിനസിന്റെ ആവശ്യമായിട്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താന്ന് ഇപ്പൊ വ്യക്തമായി. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ബിസിനസിന്റെ ആവശ്യമായിട്ട് വിളിച്ചു എന്നേ ഉള്ളൂ. അല്ലാന്ന സത്യത്തെ ബിസിനസിന്റെ ആവശ്യമായിട്ടാ വിളിച്ച, അല്ലാതെ എന്നോട് അതിനെ കുറിച്ച് സംസാരിക്കണ്ട. ഇതിപ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബം ഒന്നുമില്ലാതെ അവർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഇപ്പൊ കുറേ ആയിട്ട് രാത്രി എപ്പോഴും ലേറ്റ് ആയിട്ടാ വരുന്നത്. പല പല കാരണങ്ങൾ പറഞ്ഞു ഓരോ സ്ഥലത്ത് പോകുന്നതൊക്കെ ഇപ്പൊ ഇതിന് വേണ്ടിയിട്ടല്ലേ. അതൊക്കെ ഇവിടെയല്ലേ, ഞാൻ എറണാകുളത്താ. എറണാകുളത്തുള്ള ആൾക്ക് ഇപ്പൊ ഇവിടെ എത്തിക്കൂടെ? അല്ലെങ്കിൽ ആൾക്ക് എറണാകുളത്തേക്ക് വന്നൂടെ? അപ്പൊ അത്രയ്ക്ക് വിശ്വാസമില്ല. നമ്മളിങ്ങനെ ഹസ്ബൻഡിന് എനിക്ക് ഇത്ര കാലം വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ വിശ്വാസമില്ല. മോളൊരു കാര്യം പറയാം, എനിക്ക് എന്തായാലും ഇവിടെ വേണ്ട, ഇനി വേണ്ട, ഉറപ്പിച്ച പോയി. നേരത്തെ ഇവന്റെ മുഖത്ത് നോക്കി പറയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ഒരു വീട്ടിൽ കഴിയാണ്. അങ്ങനെ കഴിയുമോ? നിങ്ങൾ അങ്ങനെ കഴിയുമോ? തമ്മിൽ ബിസിനസ് അല്ലാത്ത വേറെ രീതിയിലുള്ള സംസാരം കൂടുതൽ പറയും. എനിക്കൊരിക്കലും പറ്റും. അത് പറഞ്ഞാൽ മതി. എൻ്റെ അടുത്ത് എൻ്റെ മുമ്പ് വെച്ചാ അവള് പറഞ്ഞത്. അത് പിന്നെ കാക്ക അങ്ങനെയൊക്കെ എങ്ങനെ ഈ കണ്ണിന് ഒരു സമാധാനമുണ്ട്. ഈ കണ്ണിന് ഒരു മോള്, ഒരു പ്രായമായ മോളുടെ നിനക്ക് ഓർമ്മയുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഇന്നെ കുറിച്ച് ചിന്തിക്കേണ്ട, മോളെ കുറിച്ച് ചിന്തിച്ചൂടെ? സാജി നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ല. ബിസിനസ് വിഷയമായിട്ട് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ഒന്ന് വിശ്വസിക്കും. ഹോട്ടൽ റൂമിനകത്ത് ബിസിനസ് നടത്തണേ. എന്ത് ബിസിനസ്? ഹോട്ടൽ റൂമിനകത്ത് എന്താ ബിസിനസ് ഇയാൾക്ക്? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ഇല്ല പറ്റില്ല? സാജി, ഞാൻ നിക്ക്. ഇത് മറ്റുള്ളവരെ പോലല്ല. ഞങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാ കല്യാണം കഴിച്ചത്, അതെ. എത്ര വർഷോ എത്ര ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്. ഇവരോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ ഫാമിലിയിലല്ലേ ഇപ്പൊ ഇത്രയും വിഷയിക്കുന്നത്. അപ്പൊ അത് സംസാരിക്കണം. ആദ്യം ചിന്തിക്കണമായിരുന്നു. ഫാമിലി എനിക്ക് ഒരാണുങ്ങൾ പോലും എന്റെ കോണ്ടാക്റ്റിലില്ല. ഞാൻ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല. അത് ഞാൻ ബിസിനസ് ചെയ്യുന്നതല്ലേ അങ്ങനെ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഹസ്ബൻഡിന്റെ ഇവരിപ്പോ നിങ്ങള് ഹസ്ബൻഡായിട്ട് വേറെ ആൾക്കാരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു റിലേഷൻ വന്നത്? അങ്ങനെ ഒരു റിലേഷൻ എനിക്കില്ല. ഞാൻ ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യലോ ഹസ്ബൻഡ് അല്ലാതെ വേറൊരാളെടുത്ത് സംസാരിക്കുക ബിസിനസ്സിന് നിൽക്കുകയോ ചെയ്യുന്നില്ല. കാരണം എനിക്ക് എന്റെ ഹസ്ബൻഡാണ് എല്ലാം. ഞാൻ ഫ്രണ്ടായിട്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് നിൽക്കാതെ ആണുങ്ങൾ ഇങ്ങോട്ട് കയറി വരും. ഇല്ല, അങ്ങോട്ട് നിന്നോടുത്തിട്ട് ഇപ്പൊ വൈഫ് ഉണ്ട്, കുട്ടി ഉണ്ട് എന്നൊക്കെ കണ്ടാല് നമുക്കിപ്പോ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു രീതി ഉണ്ട്. ആ രീതി തെറ്റുമ്പോഴാണ് അവർക്ക് നമ്മളോട് റിലേഷൻ ആവാൻ തോന്നുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ പോവാണ്. ഇനി ആ മറ്റേ കേസും കൂടെ ഞാൻ പറയാം. നീ വയലന്റ് ആവരുത്. പറഞ്ഞോ, ഇത്രയും അനുഭവിച്ചില്ല ഞാൻ. ജമാലിൻ്റെ 1 മാസം പ്രായ ആയി, അവളുടെ വയറ്റിൽ കുട്ടി വളരും. ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞില്ല, എനിക്കിനി സഹിക്കില്ല. ഒന്ന് ഓപ്പണായി ഏത് ഡോക്ടറിനെ കാണിക്കുന്നത് എനിക്കറിയാം. ഞാൻ നിസ്സാരമായിട്ടല്ല നിന്നെ വിളിച്ചു വരുത്തിയത്, അറിയോ? അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞത് സാജി വെറുതെ പറയാണ്. വെറുതെ പറയാണ് ഇവര്. എന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. അവരത് വെറുതെ പറയാ. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാരെ വിളിച്ചൂടെ? നിങ്ങൾക്ക് ഇന്നേക്കാളും വലുതായി അല്ല, ഓരോ ഫാമിലിയിലുള്ള ആൾക്കാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. പഞ്ചായത്തിലോ അല്ലെങ്കിൽ പാർട്ടിക്കാരൊക്കെ സാജി അങ്ങനത്തെ ഒരു വിഷയം ഇല്ല. ഇത് പറഞ്ഞത് കേക്ക്. ഞാൻ പറയും ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലാണ്. എന്നെ കൈവിടുവാണോ? ഒരു ബിസിനസ് ബന്ധം മാത്രം അപ്പുറത്തേക്ക് ആ ഒരു കണക്ഷൻ ഇല്ലാതെ പിന്നെ എന്താ നമ്മൾ സംസാരിച്ചത്? ബിസിനസ് കണക്ഷൻ സംസാരിച്ചിട്ടാണോ ഇങ്ങനെ ആയത്? എന്ത് കൂളായിട്ട് നിൽക്കുന്ന ആലോചിച്ചു. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ചതിക്കുമെന്ന്. ഇത് വയറ്റിലായിട്ടോ അറിഞ്ഞില്ലേ? ഞാൻ എന്നെ കൊണ്ട് ഇത് പണിച്ചു കേട്ടോ. ആണുണ്ടല്ലോ ദഹിച്ച് നിൽക്കുക, ഇതുണ്ടല്ലോ തകർന്ന് നിൽക്കുക, അറിയോ? ഒന്ന് പറഞ്ഞു മനസ്സിലായി. നിങ്ങൾക്ക് എന്താ പറയാ? നിങ്ങൾക്ക് നാണക്കേടാവുന്നില്ല? അതുണ്ടെങ്കിലല്ലേ ആവുള്ളൂ. എന്തിനാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയത്? കൊണ്ടുപോകാൻ അമ്മോടി ചൊല്ലുമല്ലോ. അപ്പം കൊണ്ടുപോയി ഒരു വീട്ടിലങ്ങ് താമസിപ്പിക്കാം. ഇനി വേറെ കുട്ടിയുണ്ടോ? ഒരാളേ ഉള്ളൂ. ഇപ്പം 2 പേരായല്ലോ. എന്തോ ചെയ്യണം, ഇതെന്തോ ചെയ്യണം. പെങ്ങൾ പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. ഇനി ഇതേമായിട്ട് ഇനി ഒരു ഇതില്ല. അവരൊരുമിച്ച് ജീവിക്കട്ടെ. അവരൊരുമിച്ച് അങ്ങനെയാണ് ഇതുപോലെ താല്പര്യമെങ്കിൽ അതല്ലേ നല്ലത്. അങ്ങനെ താല്പര്യമാണെന്നല്ലോ. വേണ്ട
ഇത് പരിഹാരം ഉണ്ടാക്കിക്കൂടെ അല്ലാതെ മാറുന്നേ എന്റെ കുടുംബത്തോട് വേണ്ടി ജീവിക്കണ്ട. മാറുന്നേ എന്തിനാ ഇങ്ങനൊക്കെ പ്രശ്നം? എന്തെങ്കിലും സൊല്യൂഷൻ ഇത് ഉണ്ടാക്കിത്താ. ഇങ്ങനെ കരഞ്ഞിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ ഉപ്പാനെ ഉപ്പനെ വിളിക്കണ്ട. എന്റെ വീട്ടിൽ പോകണം. ഉപ്പനെ വിളിക്കണ്ട. അല്ലെങ്കിൽ ആരെയും വിളിക്കണ്ട, ഇപ്പൊ ആരെയും വിളിക്കണ്ട. നമുക്കിത് എന്തെങ്കിലും ചെയ്യാം. നിക്കേ ഡയലോഗ് മാറി നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ആരടുത്ത് സംസാരിക്കണ്ട. ഈ സിറ്റുവേഷനിൽ പെട്ടുപോയി നിൽക്കാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിൽക്കല്ലേ. എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ബാക്കി നമുക്ക് പിന്നെ സംസാരിച്ചൂടെ? എനിക്ക് എന്റെ ഉപ്പാനെ വിളിക്കണം. ബാക്കി ഇത് ഇപ്പൊ വിളിക്കല്ലേ, ബാക്കി നമുക്ക് പിന്നെ സംസാരിച്ചൂടെ? ഇപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്നോട് ഇങ്ങനെ ഒന്ന് ജോലിയോട് സംസാരിക്കും. ഒന്ന് പറയും. ഈ സിറ്റുവേഷൻ ഒന്ന് രക്ഷപ്പെടാനായി പറയണത്. പെങ്ങളെ ഒന്നും വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പെങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് ഞാൻ ചെയ്യാം. അത് പറയാം. നിങ്ങൾക്ക് എന്ത് വേണേലും തീരുമാനം ചെയ്യണമെന്ന്. വീട്ടിലേക്ക് പോയാൽ മതി. വീട് എവിടാ? അവിടെ ഉണ്ടാക്കണോ? അവിടെ കൊണ്ടാക്കണോ? കാസർഗോഡ് കൊണ്ടാക്കാം. ഞാൻ കൊണ്ടാക്കാം. എൻ്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടാക്കാം. കാസർഗോഡ് കൊണ്ടാക്കി ഉള്ളത് പഠിച്ചോൻ കൊടുത്തു. അത് കൊടുത്തോളും. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇത്രയും ദിവസവും ഇദ്ദേഹം രാത്രി വൈകി വരുമ്പോഴത്തേക്കും പെങ്ങള് നോക്കണ്ടായിരുന്നാ ഇതേ എവിടെ പോകുന്നു? കാരണം എനിക്ക് അത്രക്ക് വിശ്വാസമാണ്. ഞാൻ അങ്ങനത്തെ ഒന്ന് പെടുന്നു. പോയല്ലോ, വിശ്വാസം തീർന്നല്ലോ. ഇനി വിശ്വാസം വെച്ചിട്ട് എന്താണ്? ഇങ്ങനെ വിശ്വസിച്ചാൽ കിട്ടുന്ന അബദ്ധം ഇതാണ്. പറഞ്ഞു മനസ്സിലായോ? 10 പേര് അറിയുന്ന കേസ്. ഞാനിപ്പോ ഞങ്ങള് 4 വർഷം ലവ് ആണ്. പിന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 9 വർഷമായി. ഇതുവരെ അങ്ങനത്തെ ഒരു റിലേഷനോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സംശയം തോന്നാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങോട്ടും സംശയമില്ല, എന്നെ ഇങ്ങോട്ടും സംശയമില്ല ആ കാര്യം. അതെ, അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ പക്കതായ കാരണമില്ലാതെ അങ്ങനെ പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഇദ്ദേഹത്തിന് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 10 ആൾക്കാർ അറിയുന്നതാണ്. എന്തും തീരുമാനിക്കുക. കാരണം ഇങ്ങനെ മാന്യനായിട്ട് നടക്കല്ലേ. ആൾക്കാരൊക്കെ അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. അത് തന്നെയാണ്. അല്ലാതെ ഇപ്പം ഓളയും കൊണ്ടേ പോകുള്ളൂ എന്നായി പറയണേ. ഇപ്പം എന്ത് ചെയ്യണം? കൊണ്ടേക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എന്തിനാ ഞാൻ കുഴപ്പം? നമ്മൾ മാത്രം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളോടും വേണ്ട ആത്മാർത്ഥത. സിറ്റുവേഷൻ ഒറ്റടിക്ക് അങ്ങനെ പറയല്ലേ. ഇതൊന്നും മനസ്സിലാക്കി ഇവർ പറഞ്ഞ സത്യം നിങ്ങൾ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടില്ലേ? നിങ്ങളെ ഇഷ്ടം എന്താണ് അതുപോലെ ഈ സിറ്റുവേഷൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വിളിച്ചത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ലാസ്റ്റായിട്ട് ചോദിക്കാൻ, ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലല്ല പെരുമാറുക. തെറ്റ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ എന്റെ മുമ്പിൽ ഇങ്ങനെ അല്ലല്ലോ. സത്യം. എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ അത് തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നിങ്ങൾ അഭിനയിച്ച് കൃത്യമായിട്ട് അറിയാം. അത് വേറെ കാര്യം പറയട്ടെ. അടി കൊടുക്കാനുള്ള പ്ലാനാ. കൊടുത്തോളി. കാരണം ഇനിയിപ്പം നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഒന്നും പറയാതിരിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്തത്. ഇങ്ങനത്തെ ആൾക്കാരെ അടിക്കല്ല വേണ്ടത്. പിന്നെ കൊല്ലണമെന്നാ പറയണേ. കാരണം എന്നോടൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതുപോലൊരു ഞാനൊക്കെ എത്ര സർവൈവ് ചെയ്തിട്ടാ ഇവിടെ എത്തിയെന്നറിയോ? അറിയാം. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഞാൻ എന്താ പറയാ? ഇനിയിപ്പോ എന്ത് പറയാൻ പറ്റൂ? ഇതിപ്പം നിനക്കൊന്നും പറയാനില്ലടാ. എനിക്കെന്ത് പറയാൻ? ഞാൻ കൈവയ്ക്കും. കൈവയ്ക്കും. എനിക്ക് കൈ വെക്കണോ വേണ്ടേ? എന്ത് വേണേലും ചെയ്തോ, കുഴപ്പമില്ല. നീ കുടുംബം തകർത്ത് അല്ല. നിങ്ങൾ ഈ സിറ്റുവേഷനിലേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്താണെന്ന് ചെയ്തോ. പെങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടല്ലോ, കുഴപ്പമില്ല. എന്തായാലും ചെയ്തോ, എന്ത് വേണമെങ്കിലും തെറ്റ് ചെയ്തോലെ അനുഭവിക്കട്ടെ. തെറ്റ് ചെയ്തോ അനുഭവിക്കട്ടെ. എടി ഒന്ന് പറഞ്ഞു കൊടുക്കടി. ഇല്ല അജി ഒന്ന് പറയും. ഈ സമയത്ത് ഒന്ന് പറഞ്ഞു സംസാരിക്കേ. ഞാൻ ഇവിടെ രക്ഷപ്പെടുത്താൻ നിൽക്കൂല. എനിക്ക് എന്റെ ആവശ്യം ഒന്ന് പറയേ. എന്റെ ഉപ്പാനെ വിളിച്ചാ? വിളിക്കണില്ല. ഉപ്പാനെ വിളിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? പെങ്ങൾ എന്ത് ചെയ്യാൻ പോണു? നേരെ വീട്ടിൽ പോണോ? കാസർഗോഡ് പോണോ? പോണ വഴിക്ക് ആക്കാന്നോ? അപ്പം ഞങ്ങൾ കാസർഗോഡ് ആക്കാം. നമ്മൾ കൗമുദി ടിവിയുടെ ഓമയകോട് ടീമിൻ്റെ കൂടെ നേരെ ചെന്ന് മനസ്സിലായില്ല. ഇതേ കേട്ടോ
കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. പുള്ളി എക്സ്ട്രാ ഡീസന്റ് ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലായില്ല. നോക്ക് ഇങ്ങോട്ട് നോക്കിയാ അയാളെ മൊത്തം നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ഇവരൊന്നും കണ്ടിട്ടില്ല. നിങ്ങള് ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ചെയ്യുവോ? ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ ആ പാവപ്പെട്ട എന്റെ പൊന്നേ, നിങ്ങള് സർവൈവ് ചെയ്ത് തന്ന ഒരാളല്ലേ, നിങ്ങള് അങ്ങനെ കളയോ പുള്ളി? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ടിവിയിലൊക്കെ ആ രീതിയിൽ കുറ്റം ചെയ്തവന് ശിക്ഷ കൊടുക്കും. അതെ, ഇനി അങ്ങോട്ടാണേലും അങ്ങനെ. അതല്ല, ഇതിപ്പോ വലിയ നല്ലതാണെന്നും വിചാരിക്കണം. താങ്ക് യു. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.